പുതിയ വർഷം, പുതിയൊരു തുടക്കം. വളരെ സിമ്പിളായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ന്യൂ ഇയർ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ജസ്റ്റ് സിമ്പിളായിട്ട് രാത്രി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷൊക്കെ ചെയ്ത് കിടന്നുറങ്ങി. ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കും പോകാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ക്ലിനിക്കിൽ പോയി കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം 2 കേക്കും വാങ്ങിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. യാപ്പും അവിടെ ഉണ്ടായിരുന്നത്. അവളെയും പിക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അവൾക്ക് അവിടെ മടുത്തിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് അവളില്ലാതെ ഇവിടെ നിന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി പിക്ക് ചെയ്തു, കേക്കൊക്കെ മുറിച്ചു, അമ്മേൻ്റെ സൂപ്പർ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മോസ്റ്റ് എന്താ പറയുക സാറ്റിസ്ഫൈയിങ് ലഞ്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നെ ഭയങ്കര കംഫർട്ടിങ് ആക്കുന്ന ഒരു ലഞ്ചാണ്. ഈ മീൻ കറിയും ചോറും ഒക്കെ ഭയങ്കര എൻ്റെ ഫേവറേറ്റാണ്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒരു സിമ്പിളായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അപ്പൂന് വലിയ സന്തോഷമൊന്നുമില്ല, എന്നാലും ഞാൻ ഗെയിമൊക്കെ കളിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ശ്രീശാന്തിൻ്റെ വീട്ടിലും പോയി കേക്കൊക്കെ മുറിച്ചതിന് ശേഷം നേരെ നമ്മൾ ഗെയിം കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാർട്ട്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു, വളരെ സെറ്റിൽഡ് അപ്പ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് ജസ്റ്റ് എൻ്റെ ലൈഫിലത്തെ ഒരു പേജ് മാത്രമായിട്ട് വേണമെങ്കിൽ ആ പേജ് കത്തിക്കാൻ പോലും റെഡി ആയിട്ടുള്ള ഒരു പൊട്ട വർഷമായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ അങ്ങനെ സ്പോയിൽ ചെയ്യാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നു താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.